ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഒരു പോയമാണ്. വിച്ച് ഈസ് റിട്ടൺ ബൈ കമലാദാസ്. നമ്മൾ കമലാസുരയ്യ എന്നും കമലാദാസ് എന്നും മാധവിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്ന ഓതർ എഴുതിയിട്ടുള്ളൊരു പോയമാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. സോ വൈൽ ടോക്കിംഗ് അബൌട്ട് ദി ഓതർ എന്ന് പറയുന്നത് ഒരു ബൈലിംഗ്വൽ റൈറ്ററാണ്. എന്താണ് ബൈലിംഗ്വൽ എന്ന് വെച്ചാൽ? രണ്ട് ലാംഗ്വേജിൽ എഴുതാനും വായിക്കാനും ഒക്കെ കഴിയുന്ന ആൾക്കാരാണ് നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. രണ്ടിൽ കൂടുതൽ ലാംഗ്വേജ് ആകുമ്പോൾ അതിനെ നമ്മൾ മൾട്ടി ലിംഗ്വൽ എന്നാണ് പറയുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് അവർ കൂടുതലായിട്ട് റൈറ്റിങ്സ് എഴുതിയിട്ടുള്ളത്. സോ ഷി വാസ് നോൺ ആസ് എ ബൈലിംഗ്വൽ റൈറ്റർ. പിന്നെ ഒരുപാട് അവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി പോയം. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, എൻ്റെ അമ്മുമ്മയുടെ വീട്. നമ്മളിപ്പോൾ ഈ ഒരു പാഠം പഠിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. പോയറ്റ് ഇപ്പോൾ തൻ്റെ വീട്ടിലല്ല ഉള്ളത്. പോയറ്റ് ജോലി ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തോ കാര്യമൊക്കെ ആയിട്ട് പോയിട്ട് ഇപ്പോൾ എവിടെയാണ്? താൻ സിറ്റി ലൈഫ് നയിക്കുകയാണ്, കൽക്കട്ടയിൽ നിൽക്കുകയാണ്. അങ്ങനെ കൽക്കട്ടയിൽ നിൽക്കുന്ന സമയത്ത് പോയറ്റ് എന്ത് ചെയ്യാണ്? തൻ്റെ വീടിനെ പറ്റി ആലോചിക്കുന്നു, തൻ്റെ അമ്മുമ്മയെ പറ്റി ആലോചിക്കുന്നു. അതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ ഫുഡായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, നമ്മുടെ റൂം ആയിക്കോട്ടെ ഒക്കെ മിസ് ചെയ്യുന്നത് അല്ലേ. അത് തന്നെയാണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. അപ്പം നമുക്ക് ടോട്ടലൈസ് ചെയ്തൊന്ന് നോക്കാം. ദർ ഇസ് എ ഹൗസ് നൗ ഫാർ അവേ where once I received love, that woman died. എനിക്ക് ഒരു വീടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ്? അത് ഒരുപാട് ദൂരത്താണ് ആ വീടുള്ളത്. where once I received love, അവിടെ നിന്നാണ് എനിക്ക് ഒരിക്കൽ എന്ത് കിട്ടിക്കൊണ്ടിരുന്നത്? സ്നേഹം കിട്ടിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വുമൺ ഡൈഡ്, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വുമൺ, എൻ്റെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു? മരിച്ചു പോയി. അപ്പോൾ അവിടെ വുമണെ കൊണ്ട് റെഫർ ചെയ്യുന്നത് ഗ്രാൻഡ് മദറിനെയാണ്. ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ്, സ്നേക്ക് മൂവ്ഡ് അമംഗ് ദി ബുക്സ്. ഇനി പറയാൻ പോകുന്നത് ഗ്രാൻഡ് മദറിൻ്റെ ഡെത്തിന് ശേഷം ആ വീട്ടിൽ വന്ന ചേഞ്ചസ് ആണ്. ആ വീട് എങ്ങനെയാണ്? ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ്, ആ വീട് ഒന്നടങ്കം എന്തിലേക്ക് പോയി? മൗനത്തിലേക്ക് പോയി. അതുമാത്രമല്ല, അവർ വായിച്ചിരുന്ന പുസ്തകങ്ങളിലൂടെ പാമ്പുകൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ഇഴയാനായിട്ട് തുടങ്ങി. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്. ആ സമയത്ത് ഞാൻ വളരെ കുഞ്ഞൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കാനുള്ള ഒരു എബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദി മൂൺ. ആ സമയത്ത് എൻ്റെ രക്തം എന്തായിട്ട് മാറി? ഒരു മൂണിനെ പോലെ, ഒരു ചന്ദ്രനെ പോലെ എന്ത് ചെയ്തു? കോൾഡായി, തണുത്തു. ഹൗ ഓഫൻ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദെയർ. എന്തുകൊണ്ട് ഞാൻ അവിടെ പോകുന്നൊരു കാര്യം ചിന്തിച്ചുകൂടാ? ടു പിയർ ത്രൂ ദ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓർ ജസ്റ്റ് ലെസൺ ടു ദി ഫ്രോസൺ എയർ. എനിക്ക് അവിടെ പോവുകയും വേണം. അവിടെ ചെന്നതിന് ശേഷം എന്ത് ചെയ്യണം? അവിടെയുള്ള വിൻഡോസിലൂടെ എനിക്ക് എന്ത് ചെയ്യണം? ഒളിഞ്ഞു നോക്കണം. പിയർ ചെയ്യുക, ഒളിഞ്ഞു നോക്കണം. അതും എങ്ങനെയുള്ള വിൻഡോസാണ്? ബ്ലൈൻഡ് ആയിട്ടുള്ള വിൻഡോസാണ്. ഇവിടെ ബ്ലൈൻഡ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കുറേ നാളുകളായിട്ട് ആ വീട്ടിലാരും താമസിക്കാത്തതുകൊണ്ട് തന്നെ ആ വിൻഡോസൊക്കെ എന്ത് പിടിച്ച് കിടക്കുന്നുണ്ടായിരിക്കാം? പൊടിയടിച്ച് ഭയങ്കര ഡസ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ടാവാം. ആ ഡസ്റ്റി ആയിട്ട് കിടക്കുന്ന വിൻഡോസ് പറയാൻ വേണ്ടിയിട്ടാണ് പോയറ്റ് ഇവിടെ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവിടെ ചെന്ന് ആ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസിലൂടെ എനിക്ക് എന്ത് ചെയ്യണം? ഒളിഞ്ഞു നോക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ലിസൺ ടു ദി ഫ്രോസൺ എയർ. അവിടുത്തെ ആ ഒരു തണുത്ത ആ ഒരു എയറിനെ എനിക്ക് എന്ത് ചെയ്യണം? കേൾക്കണം. ഈ തണുത്ത എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടായിരിക്കാം ആ വീട്ടിൽ ആ എയർ ഫുള്ള് തണുപ്പായത്? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു ഒറ്റപ്പെടലിനെയാണ്, ആ ഒരു ലോൺലിനെസ്സിനെയാണ് കാണിക്കുന്നത്. Or in wild despair, pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. അതല്ലെങ്കിൽ വളരെ നിരാശയോടുകൂടി അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? ആ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് എൻ്റെ കൈ നിറയെ, എൻ്റെ ആംസ് നിറയെ എനിക്ക് എന്ത് വാരണം? അവിടെയുള്ള ഡാർക്ക്നെസ് വാരണം. നമുക്കറിയാം, ഡാർക്ക്നെസ്സിനെ ഒരിക്കലും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോയറ്റിൻ്റെ തന്നെ മെമ്മറീസ് ആണ്. മെമ്മറീസ് ഓഫ് ദി പാസ്റ്റ് ആണ് ഇവിടെ ഡാർക്ക്നെസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ പോയി ആ ഡാർക്ക്നെസ് എടുക്കുകയും അത് എവിടെ കൊണ്ടുവന്ന് വെക്കണം? താനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ബെഡ്റൂമിൻ്റെ ബാക്കിലായിട്ട് കൊണ്ടുവന്ന് വെക്കണം. ആ ഓർമ്മകൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്, ഒരു മുരളുന്ന പട്ടി എങ്ങനെയാണോ അതുപോലെ ആ ഓർമ്മകൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എന്നിലിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതായത് പോയറ്റ് ഇപ്പോഴും ആ ഒരു എന്തിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ പോയറ്റിൻ്റെ ഉള്ളിൽ പാസ്റ്റിലെ ആ ഒരു മെമ്മറീസ് ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഹാണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
യു കനോട്ട് ബിലീവ് ഡാർലിംഗ്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിട്ട് മറ്റാരുടെയോ ഒരാളുടെ അടുത്ത് പറയാണ്. ഇവിടെ ഡാർലിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം, പോയിറ്റിൻ്റെ ലവറിനോടായിരിക്കാം പറയുന്നത്. എന്താണ്, ക്യാൻ യു that I live in such a house and was proud and loud. എന്താണ്, ഞാൻ ഇത്രത്തോളം സ്നേഹം അല്ലെങ്കിൽ ഇത്രത്തോളം ആദരവ് കിട്ടിയിട്ടുള്ളൊരു വീട്ടിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? I who have lost my way and beg now at strangers' door to receive love. ഇപ്പോൾ എനിക്കെൻ്റെ വഴി എന്ത് ചെയ്തിരിക്കുകയാണ്, നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അപരിചിതരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, എനിക്ക് സ്നേഹം തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ യാചിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച് എന്ന് വെച്ചാൽ സ്മോൾ ക്വാണ്ടിറ്റിയിലെങ്കിലും എനിക്ക് എന്ത് വേണം, സ്നേഹം വേണമെന്നും പറഞ്ഞ് സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ എന്ത് ചെയ്യേണ്ടി വരുന്നു, യാചിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, പോയറ്റിന് പണ്ട് സ്നേഹം ഒരുപാട് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, പോയറ്റിനെ സ്നേഹിക്കാനായിട്ടോ അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു സ്നേഹം കൊടുക്കാനോ തന്നെ ആരും ഇല്ല. അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി, ആ ഒരു അളവിൽ പോയറ്റിന് സ്നേഹം കൊടുക്കാനായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലൂടെ ആര് പറയുന്നത്, കമലാദാസ് പറയുന്നത്. ഇവർ അവരുടെ ഒരു ലവറിനോടായിരിക്കാം മേ ബി പറയുന്നത്. ആ ഡാർലിംഗ് എന്ന് പറയുന്ന വേർഡ് അവിടെ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ഇൻ്റർപ്രറ്റ് ചെയ്തത്, മേ ബി അത് ലവറിനോടായിരിക്കാം പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സമ്മറി ഓഫ് ദി പോയം ദി ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അപ്പോൾ ഈ പോയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇമേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിഷ്വൽ ഇമേജസ്, അതായത് നമുക്ക് ഉള്ളിൽ നമുക്കൊരു പിക്ചർ വരുന്ന ഇമേജസിനെ നമുക്ക് വിഷ്വൽ ഇമേജസ് എന്ന് പറയാം. ഈ ഒരു പോയത്തിലെ വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത് സ്നേക്ക് മൂവ്ഡ് അമംഗ് ബുക്സ്, പാമ്പുകൾ ആ പുസ്തകങ്ങളിലൂടെ എഴയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു പിക്ചർ വരേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ടു പിയർ ത്രൂ ദി ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്, അതിൽ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊടി പിടിച്ച ഒരു വിൻഡോയുടെ പിക്ചർ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ ഇത് രണ്ടെണ്ണം വിഷ്വൽ ഇമേജസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 സിമിലീസാണുള്ളത്. ഒന്ന്, മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദി മൂൺ, എൻ്റെ രക്തം മൂണിനെ പോലെ എന്തായിട്ട് മാറി, കോൾഡായിട്ട് മാറി. അവിടെ ലൈക്ക് ഉപയോഗിച്ചാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സിമിലിക്ക് എക്സാമ്പിളാണ് ആ ഡാർക്ക്നെസ് ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് മെമ്മറീസിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ഒരു ബ്രൂഡിങ് ഡോഗിനെ പോലെ എപ്പോഴും തൻ്റെ എന്താണ് മുരണ്ടുകൊണ്ടിരിക്കണം, ആ ഒരു ഓർമ്മകളിലൂടെ ജീവിക്കാനാണ് തനിക്കിഷ്ടമെന്ന് പറയുന്നു. അതും ലൈക്ക് ഉപയോഗിച്ചാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ സിമിലി. അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷനും ഒരു എക്സാമ്പിൾ ഇതിനകത്തുണ്ട്. ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്, നോർമലി ബ്ലൈൻഡ് ആവുന്നത് ആരാണ്, ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ആ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു ക്വാളിറ്റി വിൻഡോസിന് കൊടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡെസ്റ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നതെങ്കിലും ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്, പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദാറ്റ് വുമൺ ഡൈഡ്, ഹു ഈസ് ദ വുമൺ റെഫേർഡ് ടു ഹിയർ, ആരാണ്, ഗ്രാൻഡ് മദർ ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻ ടു ദി ഹൗസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദറിൻ്റെ മരണശേഷം വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ആ വീട് സൈലൻസിലേക്ക് പോയി, അവിടെയുള്ള പുസ്തകങ്ങളിൽ പാമ്പ് ഇഴഞ്ഞു. മൂന്നാമത്തെ ചോദ്യം എന്താണ്, ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോർ, അതിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് കറക്റ്റ്, ദ മെമ്മറീസ് വിൽ ഓൾവേസ് റിമെയിൻ വിത്തിൻ ദി പോയറ്റ് എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ മീനിങ്. ബാക്കി 2 തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ പോയറ്റ് വാണ്ട് ടു ഗോ ബാക്ക് ടു ദി ഹൗസ്, വീട്ടിലേക്ക് പോകണം, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ടു പിയർ എന്തിന്, ഒളിഞ്ഞു നോക്കണം, ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസിലൂടെ ഒളിഞ്ഞു നോക്കണം. ടു ലിസൺ എന്ത് കേൾക്കാൻ, അവിടെയുള്ള ഫ്രോസൺ എയറിനെ കേൾക്കണം. ടു പിക്ക് എന്താ പിക്ക് ചെയ്യാനുള്ളത്, അവിടെയുള്ള മെമ്മറീസ് ഓഫ് ഡാർക്ക്നെസ്സിനെയാണ് എടുക്കേണ്ടത്. അതാണ് ഓപ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി എക്സ്പ്രഷൻ ആൻഡ് ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ മെമ്മറീസ് ഓഫ് ദി ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഇൻ ദി ലാസ്റ്റ് 3 ലൈൻസ് ഓഫ് ദി പോയം ദ പോയറ്റ് തിങ്ക് ഓഫ് ഹെർസെൽഫ് ആസ് എ ബെഗർ, അല്ലേ. ആ പോയത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ പോയറ്റ് തന്നെ സ്വയം ഒരു പിച്ചക്കാരിയെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ബെഗ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ തിങ് ഷീ ബെഗിങ് ഫോർ, എന്തിന് വേണ്ടിയിട്ടാണ് പോയറ്റ് ബെഗ് ചെയ്യുന്നത്, ഷീ ഈസ് ബെഗിങ് ഫോർ ലവ്, അല്ലേ. ആൻഡ് വാട്ട് ഡസ് ഷീ മീൻസ് ബൈ സ്മോൾ ചേഞ്ച് കൊണ്ടുകൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വൈ ആർ ദ ഐസ് ഓഫ് ദി വിൻഡോസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്ലൈൻഡ്, എന്തുകൊണ്ടാണ് വിൻഡോസൊക്കെ പൊടിയടിച്ചിരിക്കുന്നുണ്ട്, അല്ലേ, വിൻഡോസ് ആർ ഡസ്റ്റി. ദ എയർ ഇൻ ദി ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഇസ് ഫ്രോസൺ വൈ, കാരണം എന്താ, ആ സൈലൻസ് കാരണമോ ലോൺലിനെസ് കാരണമാണ് ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു വീട്
എങ്ങനെ ഇരിക്കുന്നത്, അവിടെയുള്ള എയർ തണുത്തിരിക്കുന്നത്. വിച്ച് വേർഡ് ടെൽ യു ദാറ്റ് ദ പോയിറ്റ് ഈസ് ടോക്കിംഗ് ടു സമ്മൺ. ഏത് വാക്കാണ് പോയിറ്റ് മറ്റൊരാളോട് സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ദ വേർഡ് ഡാർലിംഗ്. വാട്ട് ഇസ് ഷീ ടോക്കിംഗ് അബൌട്ട്. എന്താണ് അവർ സംസാരിക്കുന്നത്? ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദി ഹൗസ് ദാറ്റ് ഷീ ലീവ്ഡ് ഇൻ ആൻഡ് ദ ലവ് ഷീ റിസീവ്ഡ് വൈൽ ലീവിങ് ദെയർ. അല്ലേ, അവൾ താമസിച്ചിരുന്ന വീടിനെ പറ്റിയും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സ്നേഹത്തെ പറ്റിയിട്ടുമാണ് അവരെന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഹൗ ഡസ് എ ഹൗസ് ഇറ്റ് സെൽഫ് ഷെയർ ദി ഗ്രീഫ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത്. വീട് തന്നെ ഗ്രാൻഡ് മദറിൻ്റെ മരണത്തിൽ എങ്ങനെയാണ് പങ്കുചേരുന്നത്? അവിടെയുള്ള എയർ തണുക്കുന്നു. അതുമാത്രമല്ല, പുസ്തകങ്ങളിലൂടെ പാമ്പഴയുന്നു. ആ വീട് കംപ്ലീറ്റ് ആയിട്ട് എന്തിലേക്ക് പോകുന്നു? സൈലൻസിലേക്ക് പോകുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. Okay, moving to the activity 1. The poet think of her past. How is her past different from the present? പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പാസ്റ്റിൽ അവർക്ക് സ്നേഹിക്കാൻ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. പ്രസൻറ്റിൽ എന്താണ്? ഷീ ഈസ് ബെഗിങ് ഫോർ ലവ്. അടുത്ത ചോദ്യം, ഗ്രാൻഡ് മദറിൻ്റെ മരണത്തിൽ ആ ഒരു വീട് തന്നെ എങ്ങനെയാണ് പങ്കിട്ടതെന്നുള്ളതാണ്. ആ വീട് എന്താണ്? സൈലൻസിലേക്ക് പോയി, പുസ്തകത്തിലൂടെ പാമ്പിഴഞ്ഞു. അത് തന്നെയാണ് ഉത്തരം. ആക്ടിവിറ്റി 2 ചോദിച്ചിരിക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ പോയത്തിൽ നിന്നെടുത്ത് എഴുതാനാണ്. ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞായിരുന്നു, ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്നുള്ളത്. അടുത്തത് എന്താണ്? പിക്ക് ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു വരികൾ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ഒരിക്കലും നമുക്ക് ഇരുട്ടിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇരുട്ടിനെ എടുക്കുക എന്ന് പറയുന്നൊരു ഫ്രേസിലൂടെ അവിടെ പോയിട്ട് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്ത് ഫിഗർ ഓഫ് സ്പീച്ചാണ്? പേഴ്സോണിഫിക്കേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. അടുത്ത ചോദ്യം സിമിലി എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒരു സിമിലിയുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അടുത്തതിൻ്റെ ആൻസർ ചോദിച്ചിരിക്കുന്നത് ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി. അടുത്ത ചോദിച്ചിരിക്കുന്നത് ബ്ലഡ് ടേൺഡ് കോൾഡ് എന്ന് പറയുന്നത് ഒരു ടാക്റ്റൈൽ ഇമേജാണ്. ബാക്കിയുള്ള ഇമേജസ് കണ്ടെത്താനാണ്. പോയത്തിനകത്ത് വിഷ്വൽ ഇമേജസും ഓഡിറ്ററി ഇമേജസുമാണ് പിന്നീടുള്ളത്. വിഷ്വൽ ഇമേജസ് ആയിട്ട് എക്സാമ്പിൾസ് വരുന്നത് സ്നേക്ക് മൂവ്ഡ് അമംഗ് ദി ബുക്സ്, പിക്ക് ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്, ബൈ നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ, പിയർ ത്രൂ ദ ബ്ലൈൻഡ് ഐസ്. ആൻഡ് ഓഡിറ്ററി ഇമേജ് ആയിട്ട് വരുന്നത് ലിസൺ ടു ദി ഫ്രോസൺ എയർ. സോ യെസ് ഗൈസ്, അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ദിസ് വീഡിയോസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡു കമൻറ്റ്സ് ടു. താങ്ക് യു.